ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കൃഷ്ണപുരത്ത് ഒരു മദ്രസ അധ്യാപകനെ രക്ഷിതാക്കൾ ചേർന്ന് തല്ലിച്ചതയ്ക്കുന്ന ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കമൻറ്റുകൾ ഇങ്ങനെയാണ്: ഇങ്ങനെയൊക്കെ ഈ മദ്രസ അധ്യാപകർ കാണിച്ചാൽ, അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെയൊക്കെ തല്ലിച്ചതച്ചാൽ ഏത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമാണ് സഹിക്കാൻ വേണ്ടി കഴിയുക? ഉമ്മയുടെയും ഉപ്പയുടെയും വികാരം നമ്മൾ മനസ്സിലാക്കണമെന്ന രീതിയിലുള്ള കമൻറ്റുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മർദ്ദന മുറകളാണ് ഉസ്താദ് പുറത്തെടുത്തത് എന്ന് പറഞ്ഞിട്ട് മറ്റ് ചില കമൻറ്റുകളൊക്കെ വന്നിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ട് ഫോട്ടോ അടക്കം ആ കുഞ്ഞിനെ മർദ്ദിക്കുന്ന, അല്ലെങ്കിൽ മർദ്ദിച്ചതിന് ശേഷമുള്ള ഫോട്ടോ അടക്കം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. ഏതായാലും എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയുന്ന ഈ കുട്ടിയെ മാത്രമല്ല, അന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത 3 കുട്ടികൾക്ക് ഉസ്താദിൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിയിട്ടുണ്ട്. കാരണം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാത്തത് കൊണ്ടും പറഞ്ഞത് പഠിച്ചു വരാത്തത് കൊണ്ടുമാണ് ഉസ്താദ് തല്ലിയത്. പക്ഷേ ഉസ്താദ് തല്ലിയതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ തല്ലിയത് എന്ന് പറയുന്നത് എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ട് തന്നെ കാലിൻ്റെ, അതും മുട്ടിൻ്റെ തായോട്ടാണ് ഉസ്താദ് 2 അടിയാണ് ഉസ്താദ് ആ കുട്ടിയെ അടിച്ചത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒപ്പം വേറെ 2 പിള്ളേർക്ക് കൂടി അടി കിട്ടിയിട്ടുണ്ട്. അവർ വീട്ടിൽ പോയി പറയുകയൊന്നും ചെയ്തില്ല. അവർ പിറ്റേന്ന് പഠിച്ചു വരാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഞങ്ങളെ നന്നാവാൻ വേണ്ടിയിട്ടാണ് തല്ലിയത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ കുട്ടി മാത്രം അതിൻ്റെ കാലിൽ 2 പാടുകളും വീണിട്ടുണ്ട്, കാരണം അടി കൊണ്ട സ്ഥലത്ത്. അതുകൊണ്ട് അത് പോയി വീട്ടിൽ കാണിക്കുന്നു. അതിനുശേഷം നിങ്ങൾ വിചാരിച്ചതുപോലെ ആ ഉമ്മയും ഉപ്പയും വന്നിട്ട് ഉസ്താദിനെ തല്ലിയതാണ് എന്നാണ് ഒരുവിധം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കാരണം മൂത്താപ്പയാണ് അവിടെ തല്ലാൻ വേണ്ടി വന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂത്തമ്മയും മൂത്താപ്പയുമാണ് അവിടെ വന്ന് തല്ലിയത്. ആ തല്ലിയത് നിങ്ങൾ കണ്ടു കാണും തീർച്ചയായിട്ടും. ഇനി ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ രംഗം നമുക്കൊന്നുകൂടി കാണാം. நீங்க ஒரு உஸ்தாதுக்கு அடிக்கிறது జైలు తెచ్చిన నేను తెచ్చాను నామ కమిటీ వీడుండాలి கமிட்டி கம்ப்ளைண்ட் ஆகல கமிட்டி சொல்லிட்டு போவா അപ്പോൾ ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണും. ഇതാണ് അന്നുണ്ടായ ഒരു സീനറി എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് ഇത് ആ നാട്ടിലെല്ലാം വ്യാപകമായിട്ട് ഈ വീഡിയോ പ്രചരിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പുറകെ ഒരു ഫോട്ടോ വരികയാണ്. ഈ തരത്തിലൊക്കെ ഈ കുട്ടിയെ മർദ്ദിച്ച് കഴിഞ്ഞാൽ ഏത് ഉപ്പയും ഉമ്മയുമാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയുടെ ഷർട്ട് ഊരിയതിന് ശേഷം പുറത്ത് അടിച്ച് തോല് പൊളിച്ച ഒരു ഫോട്ടോ ഇങ്ങനെ പ്രചരിക്കുകയാണ്. പ്രത്യേകിച്ച് അത് പ്രചരിക്കുന്നത് ഈ സംഘപരിവാർ ചാനലുകളിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൊഫൈലുകളിലുമാണ്. ഞാൻ ആ പിക്ചർ ഈ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആ കുട്ടിയെ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഉമ്മയും ഉപ്പയും സഹിക്കില്ല, പൊറുക്കില്ല, ക്ഷമിക്കില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇതാ കുട്ടിയല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈ ഒരു സംഭവത്തിൽ ആ കുട്ടിക്ക് തല്ല് കൊണ്ടത് കാലിൻ്റെ ചോട്ടിലാണ്, മുട്ടിൻ്റെ തായോട്ടാണ്. അതും പെൻസിൻ്റെ മുകളിലാണ് ഉസ്താദ് അടിച്ചത്. എന്നിട്ടും തീർച്ചയായിട്ടും കുറച്ച് ശക്തി കൂടി പോയത് കൊണ്ടോ എന്തോ ആ കുട്ടിക്ക് വേദനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. പഠനത്തിൽ പുറകിലേക്ക് പോയത് കൊണ്ടാണ് ഉസ്താദ് തല്ലിയത്. വീണ്ടും നന്നാവണം എന്നുള്ള ഒരു പ്രയത്നം കൊണ്ടാണ്. കാരണം ഞാൻ ഇതിനൊപ്പം നിങ്ങളോട് കാര്യം പറഞ്ഞിരുന്നു, ഈ കുട്ടിയുടെ കൂടെ തന്നെ വേറെ 2 പിള്ളേർക്ക് കൂടി അടി കൊണ്ടതുകൊണ്ട് ആ കുട്ടികൾ സത്യാവസ്ഥ നാട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞു. അതിനുശേഷം ആ നാട്ടുകാരെല്ലാം തടിച്ചു കൂടിക്കൊണ്ട് മഹല്ല് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ മദ്രസയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കി. ഈ അടിച്ച ഈ ഉപ്പയ്ക്കും അതുപോലെ തന്നെ മൂത്താപ്പയ്ക്കും മൂത്തമ്മയ്ക്കും എതിരെ തീർച്ചയായിട്ടും കേസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ ഒന്നടങ്കം ആ ഉസ്താദിൻ്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ ഉസ്താദിൻ്റെ ഭാഗത്താണ് ന്യായം എന്നത് കൊണ്ടല്ലേ ഏതെങ്കിലും ഒരു നാട്ടിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നാട്ടുകാർ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഉസ്താദിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് ആൾക്കാർ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ തടിച്ചു കൂടുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം ആ ഉസ്താദ് എന്ന് പറയുന്നത് അന്യനാട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികളെ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ട് അവിടെ വന്ന് താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെക്കാട്ടിലും കൂറ് തീർച്ചയായിട്ടും ആ നാട്ടുകാർക്ക് ആ നാട്ടിലുള്ള ആ കുട്ടിയുടെ ഉപ്പയോടും ഉമ്മയോടുമായിരിക്കും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നാട്ടുകാർ മുഴുവൻ ആ ഉസ്താദിൻ്റെ കൂടെ നിൽക്കുകയാണ്.
തീർച്ചയായിട്ടും ഇദ്ദേഹം തല്ലിയ കാര്യത്തിൽ നടപടി ഉടനടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് ആത്യന്തികമായിട്ട് അവസാനമായിട്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കേണ്ട ഒരവസ്ഥ വരികയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, എവിടെയാണ് ന്യായം, ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി എന്നുള്ളത് 100% നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും. അതിന് പുറകെ തീർച്ചയായിട്ടും കമ്മിറ്റി യാതൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ ഈ ഉസ്താദിനോട് ചോദിക്കുകയാണ്. ഉസ്താദിനോടും കേസ് കൊടുക്കാൻ പറയുന്നു, അതുപോലെ തന്നെ കമ്മിറ്റിക്കാർ വേറെ കേസ് കൊടുക്കാൻ വേണ്ടി പറയുന്നു. പക്ഷേ ആ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഒരു പരാതിയുമില്ല, ഞാനത് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതാണ് ഒരു ഉസ്താദ്, അതാണ് ഒരു മുഅല്ലിം. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം പഠിച്ചത് അതാണ്, അദ്ദേഹം പഠിച്ചത് മതമാണ്, അദ്ദേഹം പഠിച്ചത് ഇസ്ലാമാണ്, അദ്ദേഹം പഠിച്ചത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ വന്നത്. ആ തല്ല് കൊണ്ടിട്ട് ആ മനുഷ്യൻ, നിങ്ങൾ കണ്ടതാണ് എമ്മാതിരി തല്ലാണ് എന്ന്. എന്നിട്ട് പോലും അദ്ദേഹം പറയുകയാണ്, ഞാനത് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു, എനിക്കതിൽ വിഷമമില്ല, എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ അടിക്കരുതായിരുന്നു എന്ന് ഉസ്താദ് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഉസ്താദിൻ്റെ നന്മ നമ്മളൊന്ന് കാണണം. എന്നിട്ടും നാട്ടുകാരുടെ നിർബന്ധത്തിന് വാങ്ങി കമ്മിറ്റിക്കാർ കേസ് കൊടുത്തു. പക്ഷേ ഉസ്താദ് പറഞ്ഞു, അതിന് എന്നെ കിട്ടില്ല, തീർച്ചയായിട്ടും ഞാൻ ആ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനില്ല, എനിക്കതിൽ തീരെ പരാതിയില്ല, ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു, ആ വിഷയം ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണമെന്ന് ഉസ്താദ് പറയുകയാണ്. പക്ഷേ കമ്മിറ്റിക്കാർക്ക് ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പരാതി പറയേണ്ട ആവശ്യം വരുന്നു. അങ്ങനെ ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് തീർച്ചയായിട്ടും ഈ അടിച്ച മൂത്താപ്പയ്ക്കെതിരെയും മൂത്തമ്മയ്ക്കെതിരെയുമായിട്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. അതിന് തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ കേസായിട്ട് മറ്റൊരു കേസ് കൂടി വരും. അതിന് പുറോടിയായിട്ട് ആ കുട്ടി വീണ്ടും കാൽ വേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്നു, അവിടെ അഡ്മിറ്റ് ആവുന്നു. അങ്ങനെ ആ ഉസ്താദിനെതിരെ വീണ്ടും രണ്ടാമത്തെ കേസ് കൂടി വരികയാണ്. ആ കേസിൻ്റെ FIR ആണ് ഞാൻ ഇതിൻ്റെ സൈഡിലായി സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കേസായി. ഒന്നാമത്തെ കേസിൽ കമ്മിറ്റിക്കാർ കൊടുത്ത കേസിൽ തീർച്ചയായിട്ടും ഈ മുത്താപ്പയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് കഴിയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഉസ്താദിനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. നമ്മുടെ മതം പഠിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഉസ്താദിനെ നാളെയോ മറ്റന്നാളോ ഇനി അറസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ റിമാൻഡിലേക്ക് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ തീർച്ചയായിട്ടും വരും. ഇതൊക്കെ വരുത്തി വെച്ചത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയട്ടെ, ഞാൻ അടിച്ചതിനെ ഇപ്പോൾ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു ഉസ്താദ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ കുട്ടികളെ ചെറിയ തോതിൽ തല്ലിപ്പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മദ്രസയിലോ ആ മദ്രസ കമ്മിറ്റിയെയോ കണ്ടിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് വിശദീകരണം നമുക്ക് വാങ്ങാം. അതിനുശേഷം കുട്ടിയെ വിളിച്ചിട്ട് തെളിവെടുപ്പൊക്കെ നടത്തിയതിന് ശേഷം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു ആ മാതാപിതാക്കൾ. അവരതൊന്നും ചെയ്യാൻ വേണ്ടി നിന്നില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ മുത്തമ്മയും കുട്ടി ഫർദയിട്ട് കയറിപ്പോയിട്ട് ഉസ്താദിനെ ഭക്ഷണം കഴിക്കുന്നിടത്തിൽ വെച്ച് കൊല്ലിക്ക് തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ മതത്തിൻ്റെതൊക്കെ വിട്ടിട്ട് ഒരു മാനുഷിക പരിഗണന പോലും നിങ്ങൾ അവർക്ക് കൊടുത്തില്ല. അത് തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട ഒരു മെസ്സേജ് തന്നെയാണ് സമൂഹത്തിനും ആ കുട്ടികൾക്കും. തീർച്ചയായിട്ടും ഈ കാണുന്ന കുട്ടികളൊക്കെ നാളെ എങ്ങനെയാണ് വളരുക? കാരണം അവർക്ക് തോന്നിപ്പോകും, എന്ത് തെറ്റ് ചെയ്താലും എന്നെ സംരക്ഷിക്കാൻ എൻ്റെ കൂടെ എൻ്റെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ മുത്താപ്പയും എല്ലാം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നാളെ ആ കുട്ടി വടക്കാവാനും ചിലപ്പോൾ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് തല്ലിയത്. കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. വീണ്ടും ഈ പേടി കൊണ്ടെങ്കിലും നാളെ തീർച്ചയായിട്ടും ഹോംവർക്ക് എല്ലാം ചെയ്ത് നല്ല വൃത്തിയായിട്ട് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ആ ഉസ്താദിനല്ല, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അദ്ദേഹത്തിനും വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ആൾക്കാർക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടി നിങ്ങൾ ഇട്ടുകൊടുത്തു. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ഇപ്പോൾ വിഷയങ്ങൾ പോയി, ഇപ്പോൾ കേസായി. ഇനി ആകെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാത്തൊരു കോലത്തിലേക്ക് ഈ പ്രശ്നം കയ്യിൽ നിന്ന് പോയി. ഈ ഫോട്ടോയിൽ കാണുന്ന ഫോട്ടോ വെച്ച് കൊണ്ടിട്ട് വ്യാജമായ രീതിയിൽ ഈ കുട്ടിയാണ് എന്നും ഇങ്ങനെയാണ് ഉസ്താദ് തല്ലിയത് എന്നൊക്കെ പറയുന്നത് ഒരു വ്യാജ ഫോട്ടോ ആണ്. അതിലൊന്നും ആരും വീണു പോകരുത്. ആ ഉസ്താദ് ഇങ്ങനെയൊന്നും തല്ലിയിട്ട് പോലുമില്ല. തല്ലിയത് മുട്ടിൻ്റെ തായോട്ട് 2 അടിയാണ് ഉസ്താദ് അടിച്ചത്. അതും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊറുക്കാനും അതുപോലെ തന്നെ ഞാൻ ഇനി കേസുമായി കൂട്ടത്തിലായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്ന ഉസ്താദിൻ്റെ നന്മ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഇനിയെങ്കിലും തയ്യാറാവണം.
വിനീതമായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ഒത്തുതീർപ്പിലേക്ക് രമ്യമായി പരിഹരിച്ചുകൊണ്ട് ആ ഉസ്താദിനെ അവിടെ തുടരാനും അതുപോലെ തന്നെ ആ കുട്ടിക്ക് വീണ്ടും മദ്രസയിൽ പഠിക്കാനും എല്ലാം കഴിയണം. അതായിരിക്കണം നമ്മുടെ തീർച്ചയായിട്ടും ഇനിയുള്ള പ്രവർത്തനം കൊണ്ട് നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.